നാടകം എന്ന് പറയുന്നിടത്തെ ഒരു നിഷ്കളങ്കതയുണ്ട്. അത് വേറെ ഒരു കലാപ്രസ്ഥാനത്തിലും കിട്ടാത്ത ഒന്നാണ്. വെറുതെ ഒരു പേപ്പർ വിരിച്ച് നിലത്ത് കിടന്നുറങ്ങാനും ഏത് കൊതുകടി കൊള്ളാനും ഒന്നിച്ച് കെട്ടിപ്പിടിച്ച് കിടന്നുറങ്ങാനും നാടകം കളിക്കുന്ന ആ സ്റ്റേജിലെ അവസ്ഥ മാത്രമല്ല, അതിനു മുമ്പുള്ള റിഹേഴ്സൽ കാലത്തെ ആ വ്യക്തിപരമായ ബന്ധം. ഇങ്ങോട്ട് നടന്നു വരുന്നൊരു നടൻ അവന് ശല്യമാകാത്ത വിധത്തിൽ ഞാൻ മാറി എൻ്റെ പൊസിഷൻ കീപ്പ് ചെയ്യണം എന്ന് വിചാരിക്കുമ്പോൾ ഒരു സമൂഹത്തിൽ എങ്ങനെ ഞാൻ ജീവിക്കണം, എൻ്റെ ഇടം കണ്ടെത്തേണ്ടത് എവിടെ എന്ന് മറ്റൊരാൾക്ക് ശല്യമാവാതെ, അയാളുടെ ഡയലോഗിന് മേളിൽ കയറി എൻ്റെ ഡയലോഗ് വീഴാതെ, അയാളുടെ ചലനത്തെ എൻ്റെ ചലനം കൊണ്ട് മറയ്ക്കാതെ, അയാളുടെ കാഴ്ച ഓഡിയൻസിൻ്റെ അയാളെ കാണാനുള്ള കാഴ്ചയെ ഞാൻ എന്നെക്കൊണ്ട് മറയ്ക്കാതെ സമൂഹത്തിൽ ഞാൻ എങ്ങനെ ഞാനായി ജീവിക്കണം എന്നുള്ള തിരിച്ചറിവ് കിട്ടുന്നത് ശരിക്കും നാടകത്തിൽ നിന്ന്. അതുകൊണ്ടാണ് നാടകരംഗത്തെ പല പ്രഗത്ഭമതികൾക്കും സിനിമയിൽ പിടിച്ചു നിൽക്കാൻ പറ്റിയിട്ടില്ല. കാരണം അവിടുത്തെ സ്വഭാവം വേറെ, പെരുമാറ്റം വേറെ, ആൾക്കാരെ കാണുന്ന രീതി വേറെ, ഒക്കെ വലുതാണ്.